വേണ്ടി കൃത്യമായി വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ വന്നത്. ആ സമയത്ത് വലിയ ആമത്തായിട്ട് RDD ഓഫീസ് പൂട്ടിവെച്ചിട്ടാണ് ഇവിടുത്തെ പോലീസ് അദ്ദേഹത്തിന് സുരക്ഷ എന്ന വിളിപ്പേരിട്ട് ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ഞങ്ങൾക്ക് ചവിട്ടിപ്പൊളിക്കാൻ സാധ്യമല്ലാത്ത ഒരു പൂട്ടും ഇവിടെ പോലീസുകാരിട്ടിട്ടില്ല. പൊളിക്കും. ഇവർ പറഞ്ഞൊരു കാരണം ഇവിടെ RDDയെ പൂട്ടിയിട്ടുകൊണ്ട് സമരങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള. ഞങ്ങൾ ഇത്രയും നേരമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇനി RDD ഈ ഓഫീസിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഈ ഓഫീസിൽ കയറണോ എന്നുള്ളത് MSF തീരുമാനിക്കും. രണ്ടാമത്തെ കാര്യം, ഇവിടെ പല പോലീസുകാരും ഇവിടെ ഈ ഭീകരാന്തരീക്ഷം പോലീസുകാരുടെ നെയിം ബോർഡില്ല. ഞങ്ങളിപ്പോ മീഡിയാസ് കണ്ടതാണല്ലോ. നെയിം ബോർഡ് ഇല്ലാത്ത പോലീസുകാരെ വെച്ച് ഇവിടുത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം അടിച്ചൊതുക്കാമെന്ന് ഇവിടുത്തെ ഭരണകൂടം വിചാരിക്കുന്നുണ്ട് എങ്കിൽ യാതൊരു സംശയം വേണ്ട. അതിനെ എങ്ങനെ പ്രതിരോധിക്കണോ ആ രൂപത്തിൽ തന്നെ പ്രതിരോധിക്കും. നിങ്ങളിവിടെ സംരക്ഷണം ഒരുക്കിയല്ലോ. രണ്ടുപേരാണ് ഞങ്ങൾ അകത്തുള്ളത്. ബാക്കിയുള്ള ആളുകൾ അകത്ത് കയറണം എന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾ അകത്ത് കയറി. യാതൊരു സംശയം വേണ്ട. ബാക്കിയുള്ള MSFന്റെ പ്രവർത്തകരെ കൂടി ഞങ്ങൾ കൃത്യമായി ഇങ്ങോട്ട് എത്തിക്കും. ഈ സമരം ഒരു ബഹുജന സമരമായി ഇതൊന്നുകൊണ്ട് തീരില്ല. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ശക്തമായി ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഈ കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി +1 സീറ്റ് കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരവുമായി MSF രംഗത്തുണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതില് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന ഞങ്ങൾ SSLC റിസൾട്ട് വരുന്നതിന് മുൻപേ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് ഞങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് ഞങ്ങൾ കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചതാണ്. ആ സമയത്ത് ഇതിനോട് തീർത്തും നിരുത്തരവാദിത്തപരമായ സമീപനമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത്. ഒന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞു, രണ്ടാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞു, മൂന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞു. ആയിരക്കണക്കിന് 10,000 വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താ. നമ്മൾ കണ്ടതാണ്. ഫുൾ A+ കിട്ടിയ ഒരു സീറ്റ് പോലും കൊടുക്കാൻ സാധ്യമല്ലെങ്കിൽ ഇവിടെ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പ് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് തെരുവുകളിൽ ഈ സമരം ശക്തമായി ഒരു വലിയ ബഹുജന പ്രക്ഷോഭമായി ഞങ്ങൾ നയിക്കും. അതിന്റെ നേതൃത്വം MSF ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് RDDയെ പോലെയുള്ള ഓഫീസിൽ പോലും ഈ സമയത്ത് വരാത്ത അധികാരികൾക്കെതിരെ നിരത്തിലിറങ്ങാൻ സാധിക്കാത്ത തരത്തിലുള്ള സമരങ്ങൾക്ക് MSF നേതൃത്വം നൽകും പറയാനുള്ളത്.